നമുക്കൊരു തിയറാണ് ഇവിടെ കാണിക്കാനുള്ളത്. തിയർ എന്താ പറയുന്നത്? ഒരു നോൺ എം ടി ആയിട്ടുള്ള കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട്. അത് യൂളേറിയൻ ആണെങ്കിൽ അതിലുള്ള ഒരു വേർട്ടിസസിന് പോലും ഓഡ് ഡിഗ്രി ഉണ്ടാവില്ല എന്നാണ് കാണിക്കേണ്ടത്. യൂളേറിയൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ എഡ്ജസിലൂടെയും ഒരൊറ്റ പ്രാവശ്യം മാത്രം നമ്മൾ നടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ തിരിച്ചെത്തുക. ഇതിനെയാണ് നമ്മൾ യൂളേറിയൻ എന്ന് പറയാം. ഇപ്പോൾ ഇതിനിടയിലൊക്കെ വേർട്ടിസസുകൾ ഉണ്ടാവും അല്ലേ? ഓരോ വേർട്ടിസസുകളുണ്ടാവും. ഈ വേർട്ടിസസിലൂടെയൊക്കെ പാസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എത്താം. ഒരു എഡ്ജിലൂടെ നമ്മൾ അറ്റ് എ ടൈം ഒരു പ്രാവശ്യം മാത്രമേ പോകുള്ളൂ. അതിനാണ് യൂളേറിയൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കുള്ളത് ഒരു ഈഫ് ആൻഡ് ഓൾ ലീഫ് കണ്ടീഷനാണ്. ഈഫ് ആൻഡ് ഓൾ ലീഫ് കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡും പ്രൂവ് ചെയ്യണം. ആദ്യം ഞാൻ യൂളേറിയൻ ആണെങ്കിൽ അതിൻ്റെ വേർട്ടിസസിന് ഓഡ് ഡിഗ്രി ഉണ്ടാവില്ല എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. യൂളേറിയൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ആ ഗ്രാഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ നമ്മൾ എൻഡ് ചെയ്യും. ഒരു വേർട്ടിസസിലൂടെ അറ്റ് എ ടൈമേ നമ്മൾ മൂവ് ചെയ്യുള്ളൂ. ഒരു എഡ്ജസിലൂടെ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ മൂവ് ചെയ്യുള്ളൂ. എല്ലാ എഡ്ജസിലൂടെയും നമ്മൾ എന്ത് ചെയ്യും? പാസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ യു അല്ലാത്ത വേർട്ടിസസുകളുടെ കേസുകൾ നോക്കാം. യു അല്ലാത്ത വേർട്ടിസസുകൾ നിങ്ങൾ നോക്കിയേ. നമ്മൾ ആ വേർട്ടിസസിലേക്ക് ഇങ്ങനെ നടന്നെത്തിക്കഴിഞ്ഞാൽ, നമ്മളൊരു വാക്ക് പോലെയാണല്ലോ ഇത് പറയാം, നടന്നെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്തായാലും പുറത്തേക്ക് പോകും അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യു എന്ന് പറയുന്നൊരു വേർട്ടിസസ് ആണ്. നമ്മൾ എടുക്കുന്ന പാത്തിനെ ഞാൻ സി എന്ന് വിളിക്കുന്നു. ഈ സി എന്ന് പറയുന്ന സൈക്കിളിൽ ഞാൻ ഒരു വേർട്ടിസസിലേക്ക് കയറി കഴിഞ്ഞാൽ ആ വേർട്ടിസസിൽ നിന്ന് ഇറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അങ്ങനെ പോയി യുവിലെത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് എന്തായാലും ഈവൺ അല്ലേ വരുള്ളൂ. നമ്മളൊരു വേർട്ടിസസിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ അതിന് ഡിഗ്രി എന്ന് പറയുന്നത് ഓൾവേസ് ഈവൺ ആയിരിക്കും. ഇനി യുവിൻ്റെ കേസ് നോക്കിയേ. യുവിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക? യുവിൻ്റെ കേസിൽ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? അതും ഈവൺ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യൂളേറിയൻ ആണെങ്കിൽ അവിടെയുള്ള വേർട്ടിസസിൻ്റെ ഡിഗ്രി ഈവൺ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു വേർട്ടിസസ് പോലും ഓഡ് ഡിഗ്രി ഉള്ളത് ഇല്ല എന്ന് പറയാൻ പറ്റും അല്ലേ? ഇനി നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. തിരിച്ചെന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഓഡ് ഡിഗ്രി ഉള്ള വേർട്ടിസസ് അവിടെ ഇല്ലെങ്കിൽ ആ ഗ്രാഫ് യൂളേറിയൻ ആണ്. നിങ്ങൾ നോക്കി, അതൊരു വലിയ ആപ്ലിക്കേഷനുള്ള ഒന്നല്ലേ. ഇപ്പോൾ ഏതോ ഒരു ഗ്രാഫ് നമ്മളെടുത്തു, ആ ഗ്രാഫിലുള്ള വേർട്ടിസസുകളൊക്കെ നമ്മൾ നോക്കി. ആ വേർട്ടിസസുകളൊക്കെ നോക്കിയപ്പോൾ അതിനെല്ലാം ഡിഗ്രി എന്താണ്? ഓടല്ല, എല്ലാം ഈവൺ ഡിഗ്രീസാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്കൊരു സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റും. ആ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആയിരിക്കും. അതിലുള്ള എല്ലാ എഡ്ജസിലും കൂടെയും ഒൺലി വൺസ് മാത്രം മൂവ് ചെയ്തുകൊണ്ട് നമുക്കൊരു സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് യൂളേറിയൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് തന്നിട്ട് അതിലുള്ള എല്ലാ വേർട്ടിസസും ഈവൺ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗ്രാഫ് കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂളേറിയൻ സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇത് കാണിക്കുന്നതിന് പകരം എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അവിടെ ഒരു നോൺ യൂളേറിയൻ ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ട്. കണക്റ്റഡ് ആണ്, മറക്കരുത്. നോൺ യൂളേറിയൻ ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫാണ്. കണക്റ്റഡ് ഗ്രാഫ് നോൺ യൂളേറിയനുമാണ്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അവിടെയുള്ള ഒരു വേർട്ടിസസിനും ഓഡ് ഡിഗ്രി ഇല്ല. ഒരു എഡ്ജെങ്കിലുള്ളൊരു വേർട്ടിസസാണ് നമ്മൾ എടുക്കുന്നത്. ഒരു സിംഗിൾ വേർട്ടിസസ് നമ്മൾ എടുക്കുന്നില്ല, ഒരു എഡ്ജെങ്കിലുള്ള വേർട്ടിസസ്. ഇങ്ങനെ വരക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ എടുത്തിട്ടുള്ളത് കണക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന ഗ്രാഫ് എന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം, ഒരു എഡ്ജിനേക്കാളും അധികം ഉള്ളതായിരിക്കണം. പിന്നെ നമ്മുടെ വേർട്ടിസസിലൊന്നും ഡിഗ്രി 1 ആവരുത് അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുന്നു. ഈ തിയറം നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയാം. നമ്മൾ ഇതിൽ നോൺ യൂളേറിയൻ ആണെന്ന് പറയുമ്പോൾ നമുക്കൊരൊറ്റ പാത്ത് മാത്രം ഇതിലിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു സൈക്കിൾ മാത്രം നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ല അതിനർത്ഥം അല്ലേ? സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആയിട്ടുള്ള ഒരു സൈക്കിള് നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ? നമ്മുടെ ഗ്രാഫിങ് എടുക്കുന്നു. ഈ ഗ്രാഫിൽ എല്ലാത്തിൻ്റെയും ഡിഗ്രി നമുക്ക് എന്താ തന്നിട്ടുണ്ട്? ഓടല്ല. എല്ലാത്തിൻ്റെയും ഡിഗ്രി ഒരൊറ്റ വേർട്ടിസസിൻ്റെ ഡിഗ്രി ഓടല്ല എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഡിഗ്രി എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. അങ്ങനെ ഈവൺ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു സൈക്കിൾ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഒരു
ഇങ്ങനൊരു സൈക്കിള് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഞാൻ അതിനെ സി എന്ന് വിളിക്കുന്നു. ഓക്കെ, അങ്ങനൊരു സൈക്കിൾ, ഒരു ക്ലോസ്ഡ് ട്രയൽ ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ക്ലോസ്ഡ് ട്രയലിൽ ഞാൻ എടുക്കുമ്പോൾ ഇതിൽ മാക്സിമം ലെങ്ത്ത് പോസിബിൾ ആവുന്ന രീതിയിലാണ് ഞാൻ ആ ക്ലോസ്ഡ് ട്രയൽ എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇതിലിപ്പോൾ ഒരു 10, ഇതിൻ്റെ ലെങ്ത്ത് 10 ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് 9 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതാണല്ലോ കൂടുതലുള്ളത്, ലെങ്ത്ത് കൂടുതലുള്ളത്. അങ്ങനെ ലെങ്ത്ത് കൂടുതലുള്ള സൈക്കിളിനെയാണ് ഞാൻ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു യൂളർ ടൂറല്ലേ അല്ലേ? കാരണം എന്താ, ഇതിലെ യൂളർ ടൂറാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണ്. പിന്നെ ഒരു യൂളർ ടൂറിന് വേണ്ട എല്ലാ കണ്ടീഷനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സൈക്കിൾ സി, നമ്മൾ മാക്സിമം ലെങ്ത്തിലുള്ള ഒരു സൈക്കിൾ സി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു യൂളർ ടൂൾ സി നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നു. ഇനി നോക്കിയേ, സി എന്ന് പറയുന്നത് ഈ ഗ്രാഫിൻ്റെ യൂളർ ടൂർ ആവുമോ? ഇല്ലല്ലോ. നമ്മൾ എന്താ ഗ്രാഫ് എടുത്തത്? നോൺ യൂളേറിയൻ ഗ്രാഫാണ്. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് ഗ്രാഫിൻ്റെ ഒരു യൂളേറിയൻ ആവില്ല, യൂളർ ടൂർ ആവില്ല. ഓക്കെ, നമ്മൾ ഗ്രാഫിൻ്റെ യൂളേറിയൻ ആവില്ല. അപ്പോൾ അതിൽ ഈ സി ഒഴിവാക്കി കഴിഞ്ഞാലും നമ്മുടെ ഗ്രാഫിൽ കുറച്ച് വേർട്ടിസസ് അല്ലെങ്കിൽ കുറച്ച് എഡ്ജസ് അവിടെ ബാക്കിയായിട്ട് കിടക്കും. ആ ബാക്കിയായിട്ട് കിടക്കുന്ന കമ്പോണൻറ്റിനെ ഞാൻ വിളിക്കുന്നതാണ് ജി ഡാഷ്. ആ ബാക്കിയായിട്ട് കിടക്കുന്ന കമ്പോണൻറ്റിനെ ഞാൻ ജി ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ ബ്ലൂ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ജി ഡാഷ് എന്ന് പറയുന്നത്. നമ്മുടെ സി എന്ന് പറയുന്നത് യൂളേറിയൻ ആണ്, ഗ്രാഫിൻ്റെ യൂളേറിയൻ അല്ല. സി എന്ന് പറയുന്നത് അത് ഒറ്റയ്ക്ക് യൂളേറിയൻ ആണ്. അതിലുള്ള ഒരു വേർട്ടിസസ് പോലും ഓഡ് ഡിഗ്രി ഇല്ല അല്ലേ? കാരണം എന്താ, നമ്മൾ എടുത്തിട്ടുള്ള ഗ്രാഫിൽ ഒരൊറ്റൊന്ന് പോലും ഓഡ് ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സിയിൽ ഒരൊറ്റ വേർട്ടിസസ് പോലും ഓഡ് ഡിഗ്രി ഇല്ല. നമ്മുടെ ഇനി ജി ഡാഷിലും ഒറ്റൊന്നും ഓഡ് ഡിഗ്രി ഉണ്ടാവില്ലല്ലോ. കാരണം എന്താ, നമ്മുടെ ഗ്രാഫിൽ തന്നെ ഒറ്റൊന്നും ഓഡ് ഡിഗ്രി ഇല്ല. അപ്പോൾ നമ്മുടെ ജി ഡാഷിലും ഒരൊറ്റ ഓഡ് ഡിഗ്രി ഇല്ല. ഇനി എഡ്ജസ് ഓഫ് ജി ഡാഷും എഡ്ജസ് ഓഫ് ജിയും നോക്കിയേ, ഏതിലായിരിക്കും എഡ്ജസ് കൂടുതലുണ്ടാവുക? ജിയിലാണോ ജി ഡാഷിലാണോ? ജി എന്ന് പറയുന്നത് ഈ ഗ്രാഫ് മുഴുവനായിട്ടാണ് അല്ലേ ജി എന്ന് പറയുന്നത്. ജി ഡാഷ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എഡ്ജസ് ഓഫ് ജി എന്ന് പറയുന്നത് എഡ്ജസ് ഓഫ് ജി ഡാഷിനേക്കാളും കൂടുതലായിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ? ഇതിലുള്ള മാക്സിമം ഏറ്റവും വലിയ പാത്തുള്ള യൂളർ ടൂർ, യൂളർ ടൂർ അല്ല, ഏറ്റവും വലിയുള്ള പാത്തുള്ള ടൂർ എന്ന് പറയുന്നത് സി ആണെന്ന് നമുക്കറിയാം. ഇനി നോക്കിയേ, നമുക്ക് സി ഡാഷിനെ ഒരു ടൂറായിട്ട് കൺസിഡർ ചെയ്യാലോ അല്ലേ? സി ഡാഷ് എന്ന് പറയുന്ന ഒരു ജി ഡാഷിലെ ഒരു ടൂറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരു സി ഡാഷ് എന്ന് പറയുന്ന ഒരു യൂളർ ടൂറാണ്. സി ഡാഷ് അല്ലേ, ഇങ്ങനൊരു യൂളർ ടൂർ നമുക്ക് സി ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു വി എന്ന് പറയുന്ന വേർട്ടിസസ് ഈ സിനെയും സി ഡാഷ് എന്ന് പറയുന്ന രണ്ട് സൈക്കിളിനെയും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതാണ് ആ വി എന്ന് പറയുന്നത് അല്ലേ? ഈ വി എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന സൈക്കിളിലും ഉണ്ട്, സി ഡാഷ് എന്ന് പറയുന്ന ഈ സൈക്കിളിലും ഉണ്ട്. ഇനി ഞാൻ ഒരു പുതിയൊരു പാത്ത് ഉണ്ടാക്കാം. ഈ പാത്ത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്ന ഒരു പാത്ത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം വി ആണല്ലോ. ആണ്. എല്ലാ എഡ്ജസിലെയും കൂടെ ഒരൊറ്റ ടൈം അല്ലേ പാസ് ചെയ്തിട്ടുള്ളൂ, ഒരു ടൈം മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു യൂളർ ടൂർ ആവില്ലേ? നമ്മൾ എടുത്തിട്ടുള്ള എന്തായിരുന്നു, നമ്മുടെ സി ആണ് മാക്സിമം ലെങ്ത്ത് ഉള്ള ജിയിലെ യൂളർ ടൂർ എന്നാണ് എടുത്തിട്ടുള്ളത് അല്ലേ? ജിയിലെ യൂളർ ടൂർ അല്ല, ജിയിലെ മാക്സിമം ലെങ്ത്ത് ഉള്ള ടൂർ എന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് കിട്ടി സി അല്ല, വേറൊരു സൈക്കിള്, നമ്മൾ സി ഡാഷ് എന്ന് പറയുന്ന സൈക്കിള് നമുക്ക് കിട്ടി. അതാണ് ഇതിലെ മാക്സിമം ലെങ്ത്ത് ഉള്ള ടൂർ എന്ന് നമുക്ക് കിട്ടി. അതേതായിരുന്നു? ഇങ്ങനെ. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള അസംഷന് ഇത് കോൺട്രഡിക്ഷൻ ആയില്ലേ? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, ഒരു ഗ്രാഫിലെ എല്ലാ വേർട്ടിസസിൻ്റെയും ഡിഗ്രി ഓടല്ല, ഒരൊറ്റ വേർട്ടിസസിൻ്റെയും ഡിഗ്രി ഓടല്ലെങ്കിൽ അവിടെ നമുക്കൊരു യൂളേറിയൻ ഗ്രാഫ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? നമ്മൾ ചെയ്തത് ഒരു ഗ്രാഫിലെ എല്ലാം യൂളേറിയൻ ആണെങ്കിൽ അതിലുള്ള എല്ലാ വേർട്ടിസസും
ഈവൻ ഡിഗ്രി ആണെന്ന് കാണിച്ചു അല്ലേ. നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു. ആ ഗ്രാഫിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ആയിട്ടുള്ള യു അല്ലാത്ത ബാക്കിയുള്ള വേർട്ടീസസിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തു. ആ വേർട്ടീസസിൽ നമ്മൾ അതിലേക്ക് വാക്ക് ചെയ്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഗ്രി എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. ഇനി യുവിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്താണ്? ഈവൺ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നേരെ തിരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യണം. ഒരു ഗ്രാഫിലെ ഒരു വേർട്ടിസസിൻ്റെ പോലും ഡിഗ്രി ഓഡല്ലെങ്കിൽ അത് യൂളേറിയൻ ആണെന്ന് നമുക്ക് കാണിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്തത്? കോൺട്രഡിക്ഷൻ മെത്തേഡാണ് എടുത്തത്. നമ്മൾ യൂളേറിയൻ എല്ലാ ഗ്രാഫിൽ നിന്ന് എടുക്കുന്നു, അതിലുള്ള എല്ലാ വേർട്ടിസസിൻ്റെയും ഡിഗ്രി ഈവൺ ആണെന്ന് എടുക്കുന്നു. എന്നിട്ട് ആ ഗ്രാഫിൽ മാക്സിമം ലെങ്ത്ത് ഉള്ള ഒരു സൈക്കിള് അല്ലെങ്കിൽ ഒരു പാത്ത് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു. ആ സൈക്കിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു കോൺട്രഡിക്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ്? നമ്മൾ ആ സൈക്കിൾ ഒഴിവാക്കിയിട്ടുള്ള ഗ്രാഫിനെ നമ്മൾ G' എന്ന് വിളിക്കുന്നു. ആ G' ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സൈക്കിളും കൂടി കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വേർട്ടെക്സ് V അതിലുണ്ടാവും. ആ V യൂസ് ചെയ്തിട്ട് ആ V വെച്ചിട്ടാണ് പിന്നെ നമ്മൾ പറയുന്നത് എന്ത്? അവിടെ വേറൊരു സൈക്കിൾ C എന്ന് പറയുന്ന പുതിയൊരു സൈക്കിൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് C എന്ന് പറയുന്ന ലെങ്ത്ത് ആണ് അവിടെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ലെങ്ത്ത് അല്ലേ. നമ്മൾ എടുത്തിട്ടുള്ളത് C ആയിരുന്നു ഏറ്റവും മാക്സിമം ലെങ്ത്ത് എന്നാണ്. അതിനൊരു കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടി. C' എന്ന് പറയുന്ന സൈക്കിളാണ് മാക്സിമം ലെങ്ത്ത് ഉള്ളതെന്ന് കിട്ടി. ഈ കോൺട്രഡിക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഗ്രാഫിലെ എല്ലാ വേർട്ടീസസിൻ്റെയും ഡിഗ്രി ഈവൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വേർട്ടീസസിൻ്റെ പോലും ഡിഗ്രി ഓഡ് അല്ലെങ്കിൽ അവിടെ ഒരു യൂളേറിയൻ ഗ്രാഫ് ഉണ്ടെന്ന് പറയാൻ പറ്റും.